ഒരു കാർമേഘം ഒഴിഞ്ഞതുപോലെ യുദ്ധം അതിന്റെ പരക്കോടിയിൽ എത്തി നിൽക്കുന്ന ഗാസയിൽ ആശ്വാസത്തിന്റെ ഒരു തിരുനാളം തെളിയുന്നു. ഗാസയിൽ വെടിനിർത്തൽ കരാറിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചതായി US വിദേശകാര്യ സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിരിക്കുകയാണ്. ഹമാസും സമാനമായ നിലപാട് സ്വീകരിക്കണമെന്നും ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു. നെതന്യാഹുവുമായി 2.5 മണിക്കൂർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ബ്ലിങ്കന്റെ പ്രതികരണം. ഇതിനു പുറമെ ഇസ്രായേലിയൻ ഉദ്യോഗസ്ഥന്മാരും ബ്ലിങ്കൻ സംസാരിച്ചിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനുള്ള അവസാന മാർഗമായിരിക്കും ഇതെന്നാണ് ബ്ലിങ്കൻ നേരത്തെ വ്യക്തമാക്കിയത്. ഒരു സമവായത്തിൽ എത്താനാകാതെ ഖത്തറിൽ നടന്ന ചർച്ച താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ ചർച്ചകൾ പുനരാരംഭിച്ചേക്കും. വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ചാവേർ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ്. ടെൽ അവീവിൽ ഞായറാഴ്ച നടന്ന ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 30 പാലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് വിവരം. ഇസ്രായേൽ അമേരിക്കയുടെ നിർദ്ദേശം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായും നെതന്യാഹു കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരുന്നു. ഹമാസും ഒപ്പം നിൽക്കുക എന്നതാണ് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പാക്കണം എന്നതിൽ വ്യക്തത വരാൻ അമേരിക്കയും ഖത്തറും ഈജിപ്തും ഉൾപ്പെടെയുള്ള മധ്യസ്ഥർ ഒരുമിച്ച് ഇടപെടേണ്ടതുണ്ടെന്നും ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ഇസ്രായേലും ഹമാസും ഒരു ഡീലിലേക്ക് എത്തുക എന്നത് അല്പം പ്രയാസകരമായ ഒന്നായിരിക്കും എന്നാണ് വിലയിരുത്തൽ. മാസങ്ങളായി തുടരുന്ന ചർച്ചകളിൽ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതാകണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു ഇസ്രായേൽ. താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറല്ല എന്നും സ്ഥിരമായ ഒന്നാണ് നടപ്പിലാകേണ്ടതും എന്നുമാണ് ഹമാസിന്റെ പക്ഷം. അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഹമാസ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നിർദ്ദേശം അംഗീകരിച്ചെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ നിർദ്ദേശത്തിന്റെ പുതിയ പതിപ്പുണ്ടെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. ഇതിനർത്ഥം ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് അമേരിക്ക വഴങ്ങി എന്നാണ്. നേരെ മറിച്ചല്ല സംഭവിക്കുന്നതെന്നും ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരായ ഒസാമ ഹംദാൻ പറഞ്ഞു. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 40,000-ലധികം പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 23 ലക്ഷത്തിലധികം പേർ പലായനം ചെയ്യേണ്ടതായിട്ടും വന്നു.